PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് അംഗങ്ങൾക്ക് ലഭിക്കുന്നത് പ്രധാനമന്ത്രിയേക്കാളും മുഖ്യമന്ത്രിയേക്കാളും ഉയർന്ന ശമ്പളമാണ്. PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും FB പോസ്റ്റ്. അനിരു അശോകനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. അനിരു, പരിശോധിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് പറയുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് തോന്നും. കാരണം പ്രത്യേകിച്ച് ഈ വിവാദമായ ഘട്ടത്തിലാണല്ലോ നമ്മൾ ഈ PSCയിൽ എത്രയാണ് ശമ്പളം എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു. 1,20,000 വരെ മുതൽ 1,66,000 വരെയൊക്കെയാണ് ഈ ആസൂത്രണ ബോർഡിലുള്ള ശമ്പള തസ്തികകൾ എന്നൊക്കെയാണ്, ശമ്പള സ്കെയിൽ എന്നൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് തോന്നും അവിടെയാണല്ലോ ഈ വിധം വലിയ കെടുകാര്യസ്ഥത നിയമനത്തിൽ വലിയ ക്രമക്കേടൊക്കെ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. അതിൻ്റെയൊക്കെ കൂടെ പശ്ചാത്തലത്തിലാണല്ലോ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ. വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ PSC നേരിടുന്നത്. പല പരീക്ഷകളിലും ഉദ്യോഗാർത്ഥികൾ ക്രമക്കേട് ആരോപിച്ച് രംഗത്തെത്തുന്നു. അതിൽ പ്രധാനമാണ് ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ളത്. 7 തസ്തികകളാണുള്ളത്. അതിൽ 2019 3 തസ്തികകളിലേക്ക് ഇത്തരത്തിൽ PSC പരീക്ഷ നടത്തിയിരുന്നു. അന്നും ഇത്തരത്തിൽ ക്രമക്കേടുണ്ടായിരുന്നു. അന്നും ആരോപണം CPM-ന്റെ ഇടത് സംഘടന അനുകൂല നേതാക്കൾക്ക് ഇത്തരത്തിൽ അഭിമുഖങ്ങളിലടക്കം മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് 40-ൽ 38 മാർക്ക് വരെ നൽകി എഴുത്തു പരീക്ഷയിൽ മുന്നിലെത്തിയ ഉദ്യോഗാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് അഭിമുഖത്തിൽ മാർക്ക് കൂട്ടിയിട്ട് നേതാക്കളെ ജയിപ്പിക്കുന്നു. എന്നാൽ 2025 ആകുമ്പോഴും ഇതേ ആരോപണമാണ് നേരിടുന്നത്. അത് ന്യൂസ് മലയാളം വാർത്ത കൊണ്ടുവരികയും ആ PSC പരീക്ഷകൾ താൽക്കാലികമായി റദ്ദ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പുനർമൂല്യനിർണ്ണയം നടത്താനും വരുന്നു. ഇത് അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കറിയാം, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലും സമാന ആരോപണം ഇപ്പോൾ PSC നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ KS അടക്കം നമുക്ക് 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളമുള്ള KAS-ലടക്കം ഇത്തരത്തിൽ ഇടത് സംഘടനാ നേതാക്കൾക്കും അവരുടെ ഭാര്യമാർക്കും അടക്കം ഇത്തരത്തിൽ നിയമനം നൽകി എന്നുള്ള ആരോപണങ്ങൾ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ചെറിയാൻ ഫിലിപ്പ് ഇത്തരത്തിൽ PSC അംഗങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കാരണം ചെയർമാന് 4,10,000 രൂപയും 4,10,000 രൂപയും അതുപോലെ തന്നെ അംഗങ്ങൾക്ക് 4 ലക്ഷം രൂപയുമാണ് ശമ്പളം. അതേസമയം അതായത് പ്രധാനമന്ത്രിയെക്കാളും ഇവർക്ക് ശമ്പളം ലഭിക്കുന്നുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിക്ക് 1,85,000 രൂപയാണ് ശമ്പളം. അപ്പോൾ ഇവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്നുള്ളതാണ് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെടുന്നത്. കമ്മീഷനിൽ തന്നെ 21 അംഗങ്ങളാണ് നിലവിലുള്ളത്. ശാമിൽ, ശരി, അനിരു വിവരങ്ങൾ നൽകിയത്.